Good morning. Good morning, all. Good morning, പ്രപഞ്ച all. സൃഷ്ടാവിനെ നന്ദി. താങ്ക് യു സർ. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കുകളും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഡോക്ടർ രാജേന്ദ്രൻ സർ ആണ്. സർ ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ആണ്. റിട്ടയർഡ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ആണ്. സാറിന് നമ്മളുടെ മോർണിംഗ് സർക്കിളിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്ഥിരം പാർട്ടിസിപ്പന്റ് ആണ്. നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കുകളും തരാറുണ്ട്. സാറിനെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. Thank you. തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം സർ. താങ്ക് യു. ഞാൻ ഇന്ന് ഇവിടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇത് ഒരു സൈക്കോളജി മാത്രം ഉള്ള ഒരു സർക്കിളായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് സജന മാഡം എന്നെ വിളിക്കുകയും ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിശയമായിട്ടാണ് ശരിക്കേണ്ടത്. അപ്പോഴെനിക്ക് പ്രശ്നമില്ല, കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഏത് വിഷയമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സബ്ജക്റ്റായ ഡയബറ്റോളജി ഒരു ടോപ്പിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ആ ടോപ്പിക്ക് എന്ന് പറയുന്നത് ആഹാരത്തെക്കുറിച്ചാണ്. ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് പ്രമേഹ രോഗികൾക്ക് എന്തൊക്കെ ആഹാരം കഴിക്കാം, എന്തൊക്കെ ആഹാരം കഴിച്ചുകൂടാ. ഇത് എൻ്റെ ഒരു പ്രസംഗമായിട്ട് ഒതുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എനിക്ക് ആവശ്യമുണ്ട്. ഞാനൊരു സംഗതി നിങ്ങളോട്, എന്താണ് പ്രമേഹം എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ആരെങ്കിലും പറഞ്ഞോളൂ. അത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം. നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം. അത് പകുതി ശരിയാണ്. ഇൻസുലിന്, പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലാതെ വരികയോ ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിനെ തടയുക, അത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സാധാരണയായിട്ട് നമുക്കൊരു 12 യൂണിറ്റ് ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടതെങ്കിൽ, ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക്, ഫാറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ആ 12 യൂണിറ്റ് കൊണ്ട് അവരുടെ ശരീരത്തിനകത്തെ പ്രവർത്തനങ്ങൾ നടക്കില്ല. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാകേണ്ടി വരും. 12 ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് 12 യൂണിറ്റിന് പകരം 25 യൂണിറ്റ് 30 യൂണിറ്റൊക്കെ വേണ്ടി വരും. അപ്പോൾ അത്രയും കൂടുതൽ നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ സെൽസിന് ജോലി ചെയ്യേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കുക. സാധാരണ ജോലി ചെയ്യുന്നതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ ജോലി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ക്ഷീണിക്കും അല്ലേ? അങ്ങനെ നമ്മുടെ പാൻക്രിയാസ് ക്ഷീണിക്കും, ബീറ്റാ സെൽസ് ക്ഷീണിക്കും. അങ്ങനെ അവസാനം അത് കുറച്ച് നശിക്കാൻ തുടങ്ങും. അപ്പം ഇൻസുലിൻ്റെ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നതിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് ഉണ്ടായിട്ട് ആ ഫാറ്റ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഈ 2 കാരണങ്ങൾ കൊണ്ട്
ഇൻസുലിൻ്റെ പ്രവർത്തനം കുറയുകയും ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത്? ആർക്കെങ്കിലും പറയാമോ? അതായത് രക്തത്തിലെ ഷുഗറിന്റെ അളവ് കുറയ്ക്കുന്നത് ഇൻസുലിനാണ്. അപ്പൊ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറവായി കഴിഞ്ഞാൽ നോർമലി ഗ്ലൂക്കോസ് ലെവൽ കൂടും. ഓക്കെ. പക്ഷെ അത് എന്താണ് കൂടാനുള്ള കാരണം അത്ര മൈന്യൂട്ടായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഓരോ കോശങ്ങളും എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്? എവിടുന്നാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ സെല്ലുകളിൽ നിന്നല്ലേ വരുന്നത്, ബ്ലഡിലേക്ക്. അതെങ്ങനെ ഉണ്ടാവുന്നെന്ന് പറയാമോ? അത് ഈ ബ്ലഡിൽ കൂടെ നമ്മൾ കഴിക്കുന്ന ഫുഡിലത്തെ ഓക്സിജൻ സെല്ലുകളിൽ പോയിട്ട് അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവല്ലേ. എങ്ങനെ, എവിടുന്നാ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്? അതറിയില്ല സർ. നമ്മൾ ആഹാരം കഴിക്കുന്നു, നമ്മൾ ശ്വസിക്കുന്നതിലൂടെ ഞാൻ അത് അത്ര അറിയാൻ നിങ്ങൾക്ക് അറിയാനുള്ള വഴിയില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കുന്നു. ദഹിക്കുന്നത് ഗ്ലൂക്കോസായിട്ടും പിന്നെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായിട്ടും ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോളായിട്ടും പിന്നെ പ്രോട്ടീൻ അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു. ഇത് രക്തത്തിലൂടെ, ഇത് കുടലിൽ നിന്ന് രക്തത്തിലൂടെ ഓരോ കോശങ്ങളിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. ഓരോ കോശങ്ങളിലേക്കും ചെന്ന് ഈ ഗ്ലൂക്കോസ് ഓരോ കോശങ്ങൾക്ക് അകത്തേക്ക് കയറണം. അകത്തേക്ക് കയറി അതിനകത്ത് കോശങ്ങൾക്കകത്ത് വെച്ചിട്ട് ഇത് ഇത് ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് എനർജിയും ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നത്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നമ്മൾ ഓർക്കുക. എത്രമാത്രം പ്രയാസമേറിയ ഒരു നമ്മുടെ പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതെന്ന് ഓർക്കുക. ഈ ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളും ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുക, നമുക്ക് ആവശ്യമുള്ള എനർജി ഉണ്ടാക്കുക. ആ എനർജി ഉണ്ടാക്കുമ്പോൾ ഈ ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളും ബ്രേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. ഗ്ലൂക്കോസ് മോളിക്യൂൾ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഓക്സിജൻ ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? എനർജി ആയിട്ട് മാറും. അങ്ങനെയാണ് ആ കാർബൺ ഡൈ ഓക്സൈഡാണ് ഓരോ കോശങ്ങളിൽ നിന്നും വെളിയിലേക്ക് വന്ന് രക്തത്തിനകത്തൂടെ നമ്മുടെ ശ്വാസകോശത്തിൽ വരും. ശ്വാസകോശത്തിൽ നമ്മൾ പുറത്ത് കളയും. ഇത്രയും കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം എന്തുകൊണ്ട് ഷുഗർ കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓരോ കോശങ്ങളിലേക്കും ഗ്ലൂക്കോസ് കയറണമെങ്കിൽ നമ്മുടെ കോശസ്തരങ്ങൾ പെർമിയബിൾ ആയിരിക്കണം. ഗ്ലൂക്കോസ് മോളിക്യൂളിന് പെർമിയബിൾ ആയിരിക്കണം. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം എന്താണെന്ന് എനിക്ക് അറിയില്ല. പെർമിയബിൾ ആണെങ്കിൽ മാത്രമേ അകത്ത് കയറാൻ ഒക്കുള്ളൂ. അപ്പോൾ പെർമിയബിള് പിന്നെ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ കോശസ്തരങ്ങൾക്ക് ഈ പെർമിയബിലിറ്റി കിട്ടൂ. മനസ്സിലായോ? ഇൻസുലിൻ ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ കോശസ്തരങ്ങൾക്ക് പെർമിയബിൾ ആവൂ. പെർമിയബിൾ ആണെങ്കിൽ മാത്രമേ ഗ്ലൂക്കോസ് മോളിക്യൂളിന് ഓരോ കോശങ്ങളിലും കയറാൻ കഴിയൂ. അപ്പം കയറാൻ കഴിയാത്തത് കൊണ്ട് ഗ്ലൂക്കോസ് രക്തത്തിനകത്ത് കുമിഞ്ഞുകൂടും. പോവർട്ടി ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് പ്ലെൻറ്റി. ഇഷ്ടംപോലെ ഗ്ലൂക്കോസ് ഉണ്ട്, പക്ഷേ കോശങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് രക്തത്തിനകത്തെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് എന്തൊക്കെ കഴിക്കാം? ഇതിനകത്ത് ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ പറയാമോ? കഴിക്കാൻ കഴിയുന്ന ആഹാരങ്ങൾ കഴിച്ചുകൂടാത്ത ആഹാരങ്ങൾ?
പറഞ്ഞോളൂ. ഡയബറ്റിക് പേഷ്യൻ്റ് ഉണ്ടോ ഈ കൂട്ടത്തില്? പഴങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. അല്ലേ? കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാൻ പാടില്ലാത്തത് കുറയ്ക്കണം. ഇല്ല. കഴിക്കാം. നമ്മൾ കഴിക്കുന്ന നമ്മുടെ ആഹാരത്തിന്റെ പേരുകൾ പറഞ്ഞാൽ മതി. ഷുഗറിന്റെ ഉപയോഗം വളരെ കുറയ്ക്കണം. ഇപ്പൊ കാപ്പിയൊക്കെ ഓക്കെ, കുറയ്ക്കുക, കാപ്പി ഒഴിവാക്കുക, കുറയ്ക്കുക, ചെയ്യണം. ഒഴിവാക്കുക ചെയ്യുക. ഓക്കെ, ചെയ്യണം. അതെ. പിന്നെ ചോറിന്റെ അളവ് കുറയ്ക്കണം. ചോറ് ഓക്കെ, കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യമാണെങ്കിലും അതിന്റെ അളവ് കുറയ്ക്കണം. ഓക്കെ. പിന്നെ ഫൈബറുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ കഴിക്കേണ്ടത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ യെസ്, വെരി കാര്യങ്ങളൊക്കെ ഗുഡ്, കഴിക്കണം. വെരി ഗുഡ്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേവിക്കാത്ത പച്ചക്കറിയും കഴിക്കണം. അവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ്. എന്നുവെച്ചാൽ നമ്മൾ പച്ചക്കറികൾ വേവിക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു ശതമാനം ഫൈബറും നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ വേവിക്കാത്ത പച്ചക്കറി എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ സലാഡ്സ് അല്ലെങ്കിൽ നമുക്ക് വെള്ളരി, ഇതൊക്കെ നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ പച്ചക്ക് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് പച്ചക്ക് കഴിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക. കൂടുതലുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഹാര പദാർത്ഥത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവും 100% പ്യുവർ ഗ്ലൂക്കോസും തമ്മിലുള്ള റേഷ്യോ ആണ്. പ്യുവർ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ 100 ഓക്കെ. എനി ഡൗട്ട്? ഒരു ആഹാര പദാർത്ഥത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവും പ്യുവർ ഗ്ലൂക്കോസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം പച്ചരിയുടെ പിന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 89 to 90, 85 to 90 വരും. മനസ്സിലായോ? അതേസമയം ബ്രൗൺ റൈസ്, നമ്മൾ തവിട് കളയാത്ത അരി, അത് തവിട് കളയാത്ത അരിയുടെ പിന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 50 to 65 ആണ്. എന്താണ് ഈ റേഞ്ച് പറയുന്നത്? 50 to 65 റേഞ്ച് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ അത് പാചകം ചെയ്യുമ്പോൾ ഓവറായിട്ട് പാചകം ചെയ്ത് നമ്മൾ പിന്നെ അങ്ങ് വല്ലാതെ വേവിച്ച് കഴിഞ്ഞാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടും. ആവശ്യത്തിനുള്ള പാചകം ചെയ്യുന്നത് വേവ് കുറച്ചെടുക്കുമ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായിരിക്കും. മനസ്സിലായില്ലേ? പല ആൾക്കാരും പിന്നെ ആഹാരം ഇതുപോലെ ചോറൊക്കെ വേവിച്ച് വെച്ചിട്ട് പിന്നെ 2-3 പ്രാവശ്യം തിളപ്പിച്ചൂറ്റി പിന്നെ കഴിക്കുന്നവരുണ്ട്. അതൊക്കെ തെറ്റായ നടപടിയാണ്. വെറുതെ ഗ്യാസ് കളയാവുന്നുള്ളൂ. കൊണ്ടുവരുന്ന ദോഷം എന്ന് പറയുന്നത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് അബ്സോർബ് ആവും. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയാം വേവിച്ച് ഇപ്പം കുക്കുംബർ എന്ന് പറയുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് ആൾമോസ്റ്റ് 0 ആണ്. അതിനകത്ത് ഇഷ്ടംപോലെ ഫൈബർ ഉണ്ട്, വെള്ളമുണ്ട്, മിനറൽസ് ഉണ്ട്. ഓക്കെ. അപ്പം ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആഹാരം കഴിക്കുമ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉപയോഗിക്കുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചപ്പോൾ നമുക്കിപ്പോൾ ചോറ് വേണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ കുത്തരി നല്ല ബ്രൗൺ റൈസ്
ആ ബ്രൗൺ റൈസ് ഉപയോഗിക്കുക. ഓക്കെ. അതേപോലെ തന്നെ അരിപ്പലഹാരങ്ങളോ ഗോതമ്പ് പലഹാരങ്ങളോ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഈ കുറവുള്ള നമ്മൾ റാഗി പോലെയുള്ള മില്ലറ്റ്സ് ഗ്രൂപ്പിൽ വരുന്ന റാഗി പോലെയുള്ള ധാന്യങ്ങൾ അതിൻ്റെ കൂടെ ചേർത്ത് ഒരു 50-50യോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഇത് റാഗി കൂടുതലും ഗോതമ്പ് കുറവും വെച്ചിട്ടോ ഏത് പലഹാരം ഉണ്ടാക്കിയാലും അത് മിക്സ് ചെയ്ത് നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറയും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇടത്തരം കുക്കുംബർ, ഒരു ഇടത്തരം കുക്കുംബർ പറഞ്ഞാൽ അറിയാമല്ലോ, ഈ വെള്ളരിക്കായിട്ട് കൂട്ട് ഒരു പച്ച നീളത്തിലുള്ള സാലഡ് വെള്ളരി. സാലഡ് വെള്ള. അപ്പോൾ വെള്ളരിയ അല്ലെങ്കിൽ ഈ കുക്കുംബർ എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരു പാത്രം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുക. ഏത് ആഹാരമാണെങ്കിലും ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് കഴിക്കുക. 3 നേരം കഴിക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എന്തുകൊണ്ട് 3 നേരം കഴിക്കണം? ഈ ആഹാരം ഇതിനു മുമ്പ് കഴിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? പറയാമോ ആർക്കെങ്കിലും? എന്തെങ്കിലും നിങ്ങളുടെ ഇതിൽ തോന്നുന്നു പറഞ്ഞോളൂ. ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മളിത് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ സലാഡായിട്ട് കുക്കുംബർ, തക്കാളി, ക്യാരറ്റ്, പിന്നെ കോവയ്ക്ക, അതിൻ്റെ കൂടെ കുറേ തൈരും ചേർത്ത് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ കഴിക്കും. ഒരു എളുപ്പ മാർഗത്തിനാണ്. പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന സാധനമല്ലേ, അതുകൊണ്ടല്ലേ അത് ആദ്യമേ കഴിക്കണമെന്ന് പറയും. അല്ല, ചോറ് കുറവാ കഴിക്കുള്ളൂ അപ്പോഴ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഈ ഫൈബർ കൂടുതലാണ് അത് ആദ്യം കഴിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യില്ല നമ്മൾ അതിന് ശേഷം അരിഭക്ഷണം കഴിച്ചാൽ. അതുകൊണ്ടാണ് ആദ്യം. വെരി ഗുഡ്. അതാരായിരുന്നു? ഞാൻ ബഷീർ എന്ന് പറയും. അതാണ് അതിൻ്റെ എന്നുവെച്ചാൽ നമ്മൾ ആഹാരം കുറച്ചേ കഴിക്കുള്ളൂ എന്നുള്ള രീതിയിലേ ചിന്തിക്കുള്ളൂ. പക്ഷെ അങ്ങനെ അല്ല. ഇപ്പം കുക്കുംബർ നമ്മൾ കഴിക്കുമ്പോൾ ആ കുക്കുംബറിനകത്തുള്ള ഹൈ ക്വാളിറ്റി ഫൈബർ നമ്മുടെ കുടലിൽ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ചെന്ന് ദഹിക്കുന്ന ആഹാര സാധനങ്ങളിൽ ഗ്ലൂക്കോസ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ആ ഗ്ലൂക്കോസ് ഇതിനകത്തെ ഫൈബർ വലിച്ചെടുത്തിട്ട് വളരെ പതുക്കെ മാത്രമേ രക്തത്തിനകത്തേക്ക് വിടുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനൊരു രണ്ട് ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പം കാണാമോ നിങ്ങൾക്ക്? കാണാമോ? ഞാൻ വരച്ചു. അപ്പം ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കുംബർ കഴിക്കാതെ നമ്മൾ ചോറ് കഴിക്കുക അല്ലെങ്കിൽ ആഹാരം കഴിക്കുമ്പോഴുള്ള ഗ്ലൂക്കോസ് പെട്ടെന്ന് റൈസ് ചെയ്യും. മനസ്സിലായോ? പെട്ടെന്ന് കൂടും. അതേസമയത്ത് ഇന്ന് നോക്കെ കുക്കുംബർ കഴിക്കുമ്പോൾ ഗ്രാജുവലി റിലീസ് ടു ദി ബ്ലഡ് സ്ട്രീം സോ ദാറ്റ് ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ ഡയബറ്റിക് പേഷ്യൻറ്റിനോട് എപ്പോഴും അഡ്വൈസ് ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു ഇടത്തരം കുക്കുംബർ കഴിക്കുക, അല്ലെങ്കിൽ വെള്ളരി കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞപ്പോൾ റാഗി പോലുള്ള അല്ലെങ്കിൽ മില്ലറ്റ്സ് ഏതായാലും നമ്മൾ മില്ലറ്റ്സ് മാത്രമോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ കൂടെ അരിപ്പുഴയുടെ കൂടെ ചേർത്ത്. ഗോതമ്പും ഒരു കാര്യം ഓർക്കുക, ഗോതമ്പ് അരിയും തമ്മിൽ ഒരു 10ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് കുറഞ്ഞ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ചേർത്തുണ്ടാക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ
ഈ ഓട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് ഓട്സ് കാച്ചുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? പെട്ടെന്ന് നിങ്ങൾ ഓട്സ് ഓട്സ് കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പാലിലാണ് ഉണ്ടാകുന്നത്. പാലില്ല, പാല് ചേർത്ത് തിളപ്പിക്കും. തിളപ്പിക്കും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഞാൻ പാലും വെള്ളവും കൂടെ ചേർക്കും, രണ്ടും കൂടെ ചേർത്ത് രണ്ടും കൂടി തിളപ്പിക്കും. ചേർത്ത് വെച്ച് വേവിക്കും, പിന്നെ Yes. തിളപ്പിക്കും. തിളപ്പിക്കും. യെസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ശരിക്കും ഓട്സിന് അധികം വേവില്ല. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പം വേണം ഓട്സ് ഇടാൻ. ആദ്യമേ കലക്കി വെക്കാൻ പാടില്ല. കലക്കി എന്നുവെച്ചാൽ വെള്ളം തിളയ്ക്കുമ്പോഴാണ് ഓട്സ് ഇടേണ്ടത്. ഓട്സ് ഇട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റിന് മുമ്പ്, ഒരു 1.5 മിനിറ്റ് ആകുമ്പം വാങ്ങി വെക്കുക. പാല് ചേർക്കേണ്ടവർക്ക് പിന്നെ ചേർക്കാം. ഓക്കെ, കാരണം 2 മിനിറ്റിന് മേളിൽ ഓട്സ്, തിളച്ച വെള്ളത്തിൽ ഓട്സ് കിടന്നാൽ അത് പിന്നെ അധികമായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കഞ്ഞിക്ക് തുല്യ. ഓട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പിന്നെ ഹൈ ക്വാളിറ്റി സോലബിൾ ഫൈബർ ഉണ്ട്. ആ ഹൈ ക്വാളിറ്റി ഫൈബർ അത് നശിച്ചു പോകും. അത് പിന്നെ കഞ്ഞിക്ക് തുല്യമാണ്. അതാണ് ഓട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വേണം ഉണ്ടാക്കാൻ. പാല് ചേർക്കേണ്ടവർക്ക് കാച്ചിയ പാല് പിന്നെ ചേർക്കാം. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് സലാഡ്സ് കഴിക്കുക, അല്ലെങ്കിൽ കുക്കുംബർ, ഇടത്തരം കുക്കുംബർ കഴിക്കുക. കഴിച്ചിട്ട് ആഹാരം കഴിക്കുക. കുക്കുംബർ കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത്തിരി പിന്നെ കപ്പ കഴിക്കണം. കപ്പ എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്തും പല ഇതിലാണ് അറിയപ്പെടുന്നത്. ചീനി എന്ന്, ചില സ്ഥലത്ത് ചീനി എന്നാണ് അറിയപ്പെടുന്നത്, ചില സ്ഥലത്ത് കപ്പ എന്നാണ് അറിയപ്പെടുന്നത്, ചില സ്ഥലത്ത് പൂള എന്നാണ് അറിയപ്പെടുന്നത്. പൂള കഴിക്കണം. അപ്പം പൂളയൊക്കെ വിലക്കപ്പെട്ട സാധനങ്ങളാണ് ഡയബറ്റീസുകാർക്ക്. പക്ഷെ അങ്ങനെ വിലക്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു ഇടത്തരം കുക്കുംബർ കഴിച്ചിട്ട് പൂള കഴിച്ചോളൂ, ചേമ്പ് കഴിച്ചോളൂ. ഓക്കെ, വേണമെങ്കിൽ ഇത്തിരി പായസവും കുടിക്കാം. ഡയബറ്റീസുകാർക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണത്. നിങ്ങൾ ഇത്തിരി കുറച്ച് പായസം കുടിച്ചോളൂ. അത് കുക്കുംബർ കഴിച്ചതിന് ശേഷം മാത്രമേ ആകാവൂ എന്നുള്ള കാര്യം മറക്കരുത്. കാരണം കുക്കുംബർ ചെന്ന് കഴിഞ്ഞാൽ കുക്കുംബറിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് വെച്ചാൽ 0 ആണ്. അതിനകത്ത് ഫൈബർ, കുടലിനകത്ത് ഫൈബർ ചെല്ലും. ആ ഫൈബർ ചെന്ന് കഴിഞ്ഞാൽ പായസം എന്ന് പറയുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് 100 ആണ്. അപ്പം ആ ഫൈബർ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് 50ലേക്ക് വരും. ഓക്കെ, ഷുഗർ ലെവല് പിന്നെ കൂടുന്നത് വളരെ പെട്ടെന്ന് ഷാർപ്പായിട്ട് കൂടില്ല. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾ എന്നുവെച്ചാൽ ആഹാരത്തിൻ്റെ പാചകം ചെയ്യുന്നത് വളരെ പിന്നെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഹാരം അമിതമായിട്ട് വേവിക്കരുത്. പിന്നെ ആവിയിൽ വേവിക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം പിന്നെ നിങ്ങളോട് ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത്, പ്രധാന ആഹാരത്തിൻ്റെ കൂടെ പഴവർഗ്ഗങ്ങൾ കഴിക്കരുത്. സമയത്ത് നമ്മൾ കഴിക്കുന്നത് 11 മണി, 4 മണി. ചിലർ, ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ ചിലർ ആഹാരം കഴിച്ചിട്ടൊരു പഴം കഴിക്കും. അത് പാടില്ല. ഓക്കെ, ആഹാരം കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ കഴിക്കാൻ പാടില്ല. നമ്മൾ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് സമയത്ത് കഴിക്കുക. 11 മണി, 4 മണി. ചിലർ രാത്രി കിടക്കാൻ നേരത്ത് എന്തെങ്കിലും കഴിക്കും. ഡയബറ്റീസ് പേഷ്യൻ്റ് കിടക്കാൻ നേരത്ത് എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ സമയത്ത് കഴിക്കുക.
പഴവർഗ്ഗങ്ങൾ ഇടസമയത്ത് കഴിക്കാൻ പാടുള്ളൂ, പ്രധാന ആഹാരത്തിൻ്റെ കൂടെ കഴിക്കരുത്. ഓക്കെ. അപ്പം അതേപോലെ തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് വ്യത്യാസം ഉണ്ട് ഈ പഴവർഗ്ഗങ്ങൾ തമ്മിൽ. ഗ്ലൂക്കോസ് കൂടുതലുള്ള ആഹാര സാധനങ്ങളാണ് നമ്മുടെ ചില പഴവർഗ്ഗങ്ങൾക്കകത്ത് 2 തരത്തിലുള്ള ഇതുള്ളത്, ഫ്രാക്ടോസും ഗ്ലൂക്കോസും. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയ പഴവർഗ്ഗങ്ങളാണ് നമ്മുടെ ചെറുപഴം, നേന്ത്രപ്പഴം, അഥവാ ഏത്തയ്ക്ക, അതൊക്കെ ഇത് കൂടിയ ഇതാണ്. അപ്പം അത് അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ ഒന്ന് നിയന്ത്രിക്കണം. പക്ഷെ കുക്കുംബർ കഴിക്കുന്ന ഒരാളിന് ഏത് പഴവർഗ്ഗവും കഴിക്കാം. പിന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള പഴവർഗ്ഗങ്ങളാണ് നമ്മുടെ ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, അതൊക്കെ ഗ്ലൈസമിക് ഇൻഡെക്സ്. അതിനകത്തൊക്കെ ഫ്രക്ടോസാണ് കൂടുതൽ. ഓക്കെ. പിന്നെ ഞാനിത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അത് ഒരിക്കലും ജ്യൂസുകൾ ഉപയോഗിക്കരുത്. നമ്മൾ ഇപ്പോൾ ഓറഞ്ചൊക്കെ തിന്നുമ്പോൾ അതിൻ്റെ ആ കൊന്ത് തുപ്പിക്കളയരുത്. പലപ്പോഴും പലരും ഈ ഓറഞ്ചൊക്കെ ഇട്ട് ചവച്ചിട്ട് അവസാനം അല്ലെങ്കിൽ മുന്തിരിങ്ങയൊക്കെ കഴിച്ചിട്ട് കൊന്ത് തുപ്പിക്കളയാറുണ്ട്. അത് പാടില്ല. അതിൻ്റെ ഫൈബറാണത്. ഓക്കെ. അതേപോലെ തന്നെ ഗോതമ്പ് ഒക്കെ നമ്മൾ പൊടിപ്പിച്ചിട്ട് അരിച്ച് കളയാറുണ്ട് ചിലർ. അത് പാടില്ല. അതിൻ്റെ ഇതെന്ന് പറയുന്നത് ആ തൊലി എന്ന് പറയുന്നത് അതിൻ്റെ ഫൈബറാണ്. ഓക്കെ. അതേപോലെ തന്നെ കൂവരക് അല്ലെങ്കിൽ റാഗി, അതിൻ്റെ ആ പുറത്ത് തൊലി അവച്ച് കളയരുത്. അത് അതിൻ്റെ ഫൈബറാണ്. ഓക്കെ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാം. അത് ഞാൻ മറുപടി പറയാം. ഇപ്പം 6 മണി കഴിഞ്ഞു. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന്. പറഞ്ഞോളൂ സാറേ. മാമ്പഴം, ചക്കപ്പഴം ഇത് കഴിക്കാമോ? മാമ്പഴവും കഴിക്കാം, ചക്കപ്പഴവും കഴിക്കാം, എല്ലാം കഴിക്കാം, പ്രൊവൈഡഡ് യു ടേക്ക് എ കുക്കുംബർ. നിങ്ങൾ ഒരു ഇടത്തരം കുക്കുംബർ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ നിങ്ങൾക്ക് ചക്കപ്പഴം കഴിച്ചാലും കുഴപ്പമില്ല. അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് ഒന്ന് ലിമിറ്റ് ചെയ്തോണം. എല്ലാം കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ കുക്കുംബർ കഴിച്ചിട്ട് വേണമെങ്കിൽ ഇച്ചിരി പായസം കുടിച്ചോ. നമുക്ക് ഈ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ ഷുഗറുകാരെ പ്രത്യേകം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ആ വരുന്ന പായസമൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഷുഗറുള്ളവരാണ്. നമുക്ക് അത് മനസ്സിലാവും, ഷുഗറുള്ളവരെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അങ്ങനെ അതിനും ഞാനൊരു ഇത് പറഞ്ഞില്ല. ഇപ്പം നോൺ വെജിറ്റേറിയൻ സദ്യയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സലാഡ് കിട്ടും. ആ സലാഡ്സ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ കഴിക്കുമ്പോൾ നമ്മൾ ആ സലാഡ്സ് കൂടുതൽ ഉപയോഗിക്കുക. ആ ചോറിൻ്റെ അളവ് ഒന്ന് ലിമിറ്റ് ചെയ്യുക. ഇറച്ചിയുടെ അളവ് കൂടുതൽ ഉപയോഗിക്കുക. ഓക്കെ. അതേപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. കാരണം അതിനകത്ത് ക്രീം ഉള്ളതുകൊണ്ട് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിരിക്കും. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ പറയാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഓട്സ് സ്ഥിരം, എൻ്റെ ഹസ്ബൻഡിന് ഡയബറ്റീസ് ഉണ്ട്. അപ്പം അത് കാരണം ഓട്സ് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഈ ഒരു മെത്തഡ് ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഇനിയിപ്പോൾ അത് കറക്റ്റ് ചെയ്യാം. സോ
അതിന്റെ ആ സയന്റിഫിക് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്ന് ഒത്തിരി പ്രയോജനപ്പെട്ടു. എങ്ങനെയാണ് അത് കൂടുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ. സോ ദാറ്റ് വാസ് വെരി ഇൻഫർമേറ്റീവ്. കറക്റ്റ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ കറക്റ്റ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് മാക്സിമം ആൾക്കാരോട് ഷെയർ ചെയ്യാൻ വേണം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ എന്താ പറയുക, സജിന മാഡം? സർ, ആർക്കെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക്? ചോദിക്കാനുണ്ടെങ്കിൽ? ഡോക്ടറെ, ഒരു മെസ്സേജ് ഇതിനകത്ത് കിടക്കുന്ന കണ്ടു, ഉഴുന്ന് കഴിക്കാവോ എന്ന്. ഉഴുന്ന് കഴിക്കാമല്ലോ. അത് ഞാൻ പറയാം. അതൊരു ഇമ്പോർട്ടൻ്റ് മാറ്ററാണ്. ഇപ്പം നമുക്കിപ്പോൾ അപ്പം കഴിക്കുന്നതും ദോശ കഴിക്കുന്ന നമ്മളുടെ വ്യത്യാസം ഉഴുന്ന് ചേരുന്നതാകുമ്പോൾ, എന്നുവെച്ചാൽ ഉഴുന്നെന്ന് പറയുന്നത് പയറുവർഗ്ഗമാണ്. അതിനകത്ത് ഇതിന് ഷുഗറിൻ്റെ അളവ് കുറവാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് പയറുവർഗ്ഗങ്ങളുടെ എല്ലാം ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏതാണ്ട് അറൗണ്ട് 50 ആണ്. അതുകൊണ്ട് ഉഴുന്ന് കഴിക്കുന്നതിന് കുഴപ്പമില്ല, കടല കഴിക്കുന്നതിന് കുഴപ്പമില്ല, പയർ കഴിക്കുന്ന. ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പോൾ അപ്പമൊക്കെ കഴിക്കുമ്പോൾ അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ പിന്നെ നമ്മൾ പയർ അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി, അപ്പം അത് കൂടുതൽ കഴിക്കുക. ഇത് ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ കടലക്കറി അല്ലെങ്കിൽ പയർ, അത് കൂടുതൽ കഴിച്ചുകൊണ്ട് അപ്പത്തിൻ്റെ എണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ പുട്ടിൻ്റെ അളവ് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിരിക്കും. അതായത് നമ്മൾ അരി ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ പലഹാരം രാവിലത്തെ ആയാലും ഉച്ചക്കൊക്കെ ആയാലും അത് കുറച്ചിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലാക്കാറ്. അതെ 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 അതെ. അതേപോലെ തന്നെ എനിക്ക് ഒക്കെ അഡ്വൈസ് ചെയ്യാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതാണ്, ഈ അരിപ്പലഹാരങ്ങളും ഗോതമ്പ് പലഹാരങ്ങളും പ്യുറായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഗുണകരമെന്ന് പറയുന്നത് പിന്നെ റാഗിയും കൂടെ ചേർത്ത് അല്ലെങ്കിൽ മില്ലറ്റ്സും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. കാരണം എന്ന് പറയുന്നത്, അരിക്കകത്തുനിന്നും ഗോതമ്പിനകത്തുനിന്നും നമുക്ക് ആകെ കിട്ടാനുള്ളത് ഗ്ലൂക്കോസ് മാത്രമാണ്. അതേസമയം റാഗി ആണെങ്കിൽ അതിനകത്ത് ആവശ്യത്തിന് കാൽഷ്യമുണ്ട്. റാഗിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് കാൽഷ്യത്തിൻ്റെ കുറവ് വരില്ല. കാൽഷ്യമുണ്ട്, അയണുണ്ട്, ഫൈബറുണ്ട്, മിനറൽസ് ഉണ്ട്. ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവുമാണ്. ഗ്ലൂക്കോസിൻ്റെ അളവ് വേണ്ടി അറൗണ്ട്, അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അറൗണ്ട് 50 ആണ്. സാറേ, ഈ ഓക്കെ, കുക്കുംബർ ജ്യൂസ് കഴിക്കുന്നുണ്ടെങ്കിൽ കുക്കുംബർ ജ്യൂസ് ആയിട്ട് കഴിച്ചാൽ എങ്ങനെയാ? കുഴപ്പമില്ല, പക്ഷെ അത് അരിക്കരുത്. ഇപ്പൊ രാവിലെ വൈകിട്ട് വരെ അത് അരിച്ചു കളയാതിരുന്നാൽ മതി. നമ്മളിപ്പോ സാധാരണ ഇത് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിക്കത്തില്ലേ? അങ്ങനെ അരിക്കാൻ പാടില്ല. ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാം, കുഴപ്പമില്ല. അരിച്ച് അതിൻ്റെ ഇതൊക്കെ കളയരുത്, കൊന്ത് കളയരുത്. ജ്യൂസ് അടിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസ് ആണെങ്കിലും ഇപ്പം മുന്തിരിങ്ങയൊക്കെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അതിൻ്റെ കൊന്ത് കളയരുത്. അല്ലാതെ ഈ കിട്ടുന്ന നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ് ഒന്നും വാങ്ങിച്ചു കുടിക്കരുത്. എന്റെ ഉമ്മാക്കും വാപ്പാക്കും ഷുഗർ ഉണ്ട്. വാപ്പ മരിച്ചു, ഉമ്മാക്കും ഷുഗർ ഉണ്ട്, വാപ്പാക്കും ഷുഗർ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പേടിപ്പിക്കും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അടി മുതൽ മുടി വരെ എല്ലാ ഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വേറൊരു അസുഖം ഇല്ല. അടി മുതൽ മുടി വരെ എല്ലാ ഭാഗങ്ങളെയും. പിന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓർക്കുന്നു പറയുക, ഈ എന്നുവെച്ചാൽ പ്രധാനമായിട്ട് നമ്മുടെ രക്തക്കുഴലുകളെയും ആണ് പ്രധാനമായിട്ട് ഇത് ബാധിക്കുന്നത്. മൈക്രോ ആൻജിയോപ്പതി എന്ന് പറയും. ആ മൈക്രോ ആൻജിയോപ്പതി ശരീരത്തിലെ എല്ലാ രക്തക്കുഴലുകൾക്കും മൈക്രോ ആൻജിയോപ്പതി വന്നിട്ട് രക്തക്കുഴലുകൾ ചുരുങ്ങും. ഡോക്ടർ, എക്കോ വരുന്നുണ്ട് വല്ലാതെ. അത് ആരുടെ ഈ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഇത് ചെയ്യാൻ പറ. ആരെങ്കിലും ഓണാക്കി വെച്ചിട്ടുണ്ടോ? ഓണാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ പറ. ഇല്ല, ആരും ഓണാക്കിയിട്ടില്ല. ഡോക്ടറുടെ അവിടെ ഒന്നിൽ കൂടുതൽ സംഭവം ഓണാണോ? ഇല്ല, ഒന്നേ ഉള്ളൂ. ഇപ്പൊ
പിന്നെ ഈ മൈക്രോ ആൻജിയോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലുകളുടെ അകഭാഗം കട്ടിപിടിക്കും. ഡോക്ടർ അത് ഒന്നുകൂടെ പറയുമോ? കാരണം അത് എക്കോ വന്നതുകൊണ്ട് ഈ പറഞ്ഞത് ശരിക്കും കേട്ടില്ല. നമ്മുടെ ഈ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒരുപോലെ, അടി മുതൽ മുടി വരെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖം വേറെ ഇല്ല. കാരണം ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഷുഗർ നല്ല രീതിയിൽ നിയന്ത്രിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഷുഗറിന്റെ മരുന്നുകൾക്ക് കാര്യമായ സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ളതല്ല. അപ്പം ഷുഗർ നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായമുള്ളവർക്കാണെങ്കിൽ ഒരു ആഹാരത്തിന് മുമ്പ് ഒരു 120, ആഹാരത്തിന് ശേഷം ഒരു 170 ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ പ്രായം കുറഞ്ഞവരാണെങ്കിൽ 100 മില്ലിഗ്രാം ആഹാരത്തിന് മുമ്പ് 150 മില്ലിഗ്രാം ആഹാരത്തിന് ശേഷവും മെയിൻറ്റെയിൻ ചെയ്യുക. അത് കാരണം ഈ ഷുഗർ അനിയന്ത്രിതമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകളുടെ എല്ലാ അകവശം കട്ടി പിടിച്ചിട്ട് അതിന് മൈക്രോ ആൻജിയോപ്പതി എന്നാ പറയുന്നത്. അത് ശരീരത്തിലെ എല്ലാ ഭാഗത്തെയും എവിടെ രക്തക്കുഴലുണ്ടോ അവിടെ എല്ലാം ഈ മൈക്രോ ആൻജിയോപ്പതി സംഭവിക്കും. അപ്പം അത് രക്തക്കുഴലുകളിൽ ഈ അകം കട്ടി പിടിച്ചിട്ട് ആ കട്ടി പിടിക്കുന്ന ഇത് അവിടെ കട്ടി പിടിച്ച് പരിവരുത്തതാവും. ആ പ്രതലത്തിലാണ് പിന്നെ രക്താണുക്കൾ ഒട്ടിപ്പിടിക്കുന്നതും ബ്ലോക്കുകൾ ഉണ്ടാകുന്നതും. അതുകൊണ്ടാണ് ഡയബറ്റീസ് നമുക്ക് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന്റെ ഗുളിക എന്നറിയപ്പെടുന്ന അറ്റോർവാസ്റ്റാറ്റിൻ അല്ലെങ്കിൽ റോസോസ്റ്റാറ്റിൻ കമ്പൽസറി കഴിക്കണം എന്ന് പറയുന്നത്. കാരണം ഈ മൈക്രോ ആൻജിയോപ്പതി നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ അറ്റോർവാസ്റ്റാറ്റിൻ അല്ലെങ്കിൽ റോസോസ്റ്റാറ്റിനുണ്ട്. സ്റ്റാറ്റിൻസ് ഇതിനെക്കുറിച്ച് ഇതിന് പ്രത്യേക പരിശീലനം കിട്ടാത്ത ഡോക്ടർമാർക്ക് പോലും അത് അറിയില്ല. ഞാൻ ഇതായിട്ട് പറയുന്നു, ഡയബറ്റീസിന് പരിശീലനം കിട്ടാത്ത ഡോക്ടർമാർക്ക് ആ കാര്യം അറിയില്ല. എല്ലാ ഡയബറ്റിക് പേഷ്യൻറ്റും, നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിച്ചിരിക്കണം. അത് കൊളസ്ട്രോൾ കുറയാനല്ല, മറിച്ച് ഈ മൈക്രോ ആൻജിയോപ്പതി പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണ്. അത് കുറയ്ക്കാനുള്ള കഴിവ് കൊളസ്ട്രോളിൻ്റെ ഗുളികയ്ക്കുണ്ട്. എല്ലാവരും ഷെയർ ചെയ്യണം അത്. പിന്നെ കൊളസ്ട്രോൾ കുറയുമ്പോൾ ഉടനെ ഗുളിക നിർത്തിക്കളയരുത്. കാരണം അത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മൈക്രോ ആൻജിയോപ്പതി പരമാവധി ഒഴിവാക്കി നമുക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കുന്നത്. എപ്പോഴും നമ്മുടെ നല്ല കൊളസ്ട്രോൾ 55-ന് മേളിൽ, ചീത്ത കൊളസ്ട്രോൾ പിന്നെ 50 താഴെ നിർത്താൻ ശ്രദ്ധിക്കുകയും വേണം. അതിനനുസരിച്ച് അറ്റോർവാസ്റ്റാറ്റിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ലാബിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് 100 താഴെ ആണ് ലാബിൻ്റെ ഇതിനകത്തൊക്കെ എഴുതിയേക്കുന്നത്. അതൊക്കെ പണ്ടത്തെ വാല്യൂ ആണ്. ഇപ്പോഴത്തത് ചീത്ത കൊളസ്ട്രോൾ 50 താഴെയും നല്ല കൊളസ്ട്രോൾ 55-ന് മേളിൽ നിർത്തണം. അതേപോലെ ട്രൈഗ്ലിസറൈഡ് 150 താഴെ നിർത്തണം. ഓക്കെ. അപ്പം ആർക്കെങ്കിലും ഇതൊന്നും ചോദിക്കാനുണ്ടോ ചോദിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. വീണ്ടും എക്കോ വന്നല്ലേ? വീണ്ടും എക്കോ വന്നു. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇൻഫോർമേറ്റീവ് സെക്ഷൻ. പിന്നെ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആൾക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല, അതായത് ഒരു ദിവസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് മെനു സാർ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? രാവിലെ മുതൽ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെനു എങ്ങനെയായിരിക്കും? മെനു പിന്നെ നമ്മൾ പിന്നെ എല്ലാ കാർബോഹൈഡ്രേറ്റ് ഒരു 50% കാർബോഹൈഡ്രേറ്റ്, ഒരു 30% ഫാറ്റ്, ഒരു 20% പ്രോട്ടീൻ ഓവറായിട്ട് കഴിക്കരുത്. ഇത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 50 കിലോ ഉള്ള ഒരാളിന് 50 ഗ്രാം പ്രോട്ടീൻ വേണം. 50 ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരത്തിനകത്ത് പയറുവർഗ്ഗങ്ങൾ, അതേപോലെ മുട്ട, ദിവസം ഒരു മുട്ട കഴിക്കാം, കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ മീൻ, അതൊക്കെ പ്രോട്ടീൻ ഉള്ളതാണ്. ആ പ്രോട്ടീൻ നമുക്ക് ഏകദേശം ഒരു അവരവരുടെ വെയിറ്റിനനുസരിച്ച് ഉള്ള പ്രോട്ടീൻ ഇൻടേക്ക് വേണം.
പ്രോട്ടീൻ ഓവർ ആവരുത്. അതേപോലെ 30% ഫാറ്റ് ഉണ്ട്. ആ ഫാറ്റിനകത്ത് പിന്നെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളത്, ഈ വെളിച്ചെണ്ണയൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ള ഒരു മിക്സഡ് യൂസ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റും മറ്റേ ബാക്കിയുള്ള എണ്ണകളും ഒരു മിക്സറായിട്ട് ഉപയോഗിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ചില അതേപോലെ omega-3 ഫാറ്റി ആസിഡ് കൂടുതലുള്ള നമ്മുടെ മത്തി, അയല പോലുള്ള പിന്നെ മീനുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും വേണം. നിങ്ങൾ ആഹാരം കഴിച്ചോളൂ, നിങ്ങൾക്ക് അതിന് ആഹാരം കഴിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഏത് ഒരു മെനു, അങ്ങനെ ഒരു മെനു ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ പല പിന്നെ ഡയബറ്റിക് പേഷ്യൻറ്റും പിന്നെ ഡയറ്റീഷ്യൻ്റെ ഒക്കെ പോവില്ല. കാരണം ഡയറ്റീഷ്യൻ മില്ലിഗ്രാമും ഗ്രാമും ഒക്കെ പറഞ്ഞു വിടും. നമുക്ക് വയറ് ഒരു അരവയറ് നിറയാനുള്ള ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് 3 നേരം ആഹാരം എന്നുള്ളതിന് പകരം ഡിവൈഡ് ചെയ്ത് കഴിക്കുക. ഡിവൈഡ് ചെയ്ത് കഴിക്കുക എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് 8 മണിക്ക് കഴിക്കാം, കുറച്ച് 11 മണിക്ക് കഴിക്കാം. ചിലപ്പോൾ 4 ദോശ കഴിക്കുന്ന ആൾ 2 ദോശ 8 മണിക്കും 2 ദോശ 11 മണിക്കും കഴിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. 4 ദോശ ഒരുമിച്ച് കഴിക്കരുത്. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിക്കുക. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരുപാട് കഴിക്കുകയല്ല വേണ്ടത്. ഉച്ചയ്ക്ക് കുറച്ച് കഴിക്കുക, 4 മണിക്ക് കുറച്ച് കഴിക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ഇതായിട്ട് പിന്നെ റേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു മെനു, നമുക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. അങ്ങനെ ഒരു ഡയബറ്റീസ് പേഷ്യന്റിന് വിശപ്പ് കൂടുതലായിരിക്കൂലേ? വിശപ്പ് കൂടുതലായിരിക്കും. നമുക്ക് സലാഡ്സ് കഴിക്കുമ്പോൾ തന്നെ വിശപ്പ് കുറയില്ലേ? കുക്കുംബർ കഴിക്കുമ്പോൾ വിശപ്പ് കുറയില്ലേ? അതെ അതെ. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ ഒരു കാര്യം ഓർത്ത്, നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മരുന്നുകൾ കഴിച്ചാൽ കിഡ്നി പോവും എന്നൊരു ഇതുണ്ട്. മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഒന്നും പോവില്ല. ഷുഗറിൻ്റെ മരുന്നിന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ള മരുന്നുകളൊന്നും അല്ല ഇന്ന് വിപണിയിലുള്ളത്. എത്ര മരുന്ന് കഴിച്ചാലും അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്താലും നിങ്ങളുടെ ഷുഗർ ലെവൽ നിയന്ത്രിച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പ്രൊവൈഡഡ് ഒരു 3/4 മണിക്കൂറെങ്കിലും വ്യായാമം ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതി, ആഹാര രീതി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വ്യായാമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ ഉപയോഗം പരമാവധി കുറയും, ഉറപ്പായിട്ടും കുറയും. വ്യായാമം എന്ന് പറയുമ്പോ നടന്നാ മതിയാവും അല്ലേ? നടന്നാൽ മതി. പിന്നെ ഈ വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടക്കുക അല്ലാതെ വേറെ ഈ സന്ധികളൊക്കെ, എല്ലാ സന്ധികളും നിവർക്കുകയും മടക്കവും വേണം. ഓക്കെ, സന്ധികളൊക്കെ എല്ലാ സന്ധികളും അത് നടത്ത കൂടാതെ എല്ലാ സന്ധികളും നിവർക്കുകയും മടക്കുകയും ചെയ്യണം. ഒരു 10, 25, 50 പ്രാവശ്യം എല്ലാ സന്ധികളും നിവർക്കുകയും മടക്കുകയും ചെയ്യുക. പിന്നെ ഒരു പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു 3 വ്യായാമങ്ങളുണ്ട്. മലർന്ന് കിടന്നിട്ട് സൈക്കിൾ ചവിട്ടുന്നത് പോലെ നമ്മൾ കാല് കറക്കുക. സൈക്ലിംഗ് തന്നെയാണ് അതിന് പറയുന്നത്. സൈക്ലിങ് 2, മലർന്ന് കിടന്നിട്ട് കൈ കോർത്ത് പിടിച്ച് തലയുടെ പുറവശം സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാലും ദേഹവും മേളിലേക്ക് ഉയർത്തുക. ഒരു 1 ഫീറ്റ് ഉയർത്തിയാൽ മതി. ഉയർത്തിയിട്ട് മേളിൽ കൊണ്ടുവന്നിട്ട് ശ്വാസം വിട്ടിട്ട് താഴെ കൊണ്ടുവരിക. എന്നുവെച്ചാൽ നടുവ് മാത്രം താഴത്തോടും കാലും ദേഹവും പൊങ്ങിയിരിക്കും. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് കമന്ന് കിടന്നിട്ട് കൈ തുടയുടെ കീഴിൽ വെച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കാലും ദേഹവും ഉയർത്തുക. മേളിൽ കൊണ്ടുവന്നൊരു ശ്വാസം വിടുക, താത്ത് വെക്കുക. ആ 3 എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറയുന്നത് വയറിനകത്തുള്ള ഫാറ്റാണ് നമ്മുടെ ഷുഗറിൻ്റെ കാരണം. ഒമെൻ്റൽ ഫാറ്റ് എന്ന് പറയും. ഈ ഫാറ്റിനെ പരമാവധി നമ്മൾ ഇളക്കി വിടണം. ഈ 3 എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി നമ്മളെ ഈ വയറിനകത്തുള്ള ഫാറ്റ് നമുക്ക് ഇളക്കി വിടാൻ പറ്റും. ഓക്കെ, ആ 3 കമ്പൽസറി ആയിട്ട് 3 എക്സസൈസ് ചെയ്യണം. ആദ്യം ചെയ്യുമ്പോൾ കുറേശ്ശെ ചെയ്യാവുള്ളൂ. പിന്നെ പതുക്കെ കൂട്ടി ഒരു 100 പ്രാവശ്യമെങ്കിലും ഓരോന്നും
ചെയ്തു കഴിഞ്ഞാൽ വളരെ ഷുഗർ കൺട്രോളിന് വളരെ നല്ലതാണ്. ഷുഗർ കൺട്രോൾ മാത്രമല്ല, കൊളസ്ട്രോൾ കൺട്രോളിനും ഒക്കെ വളരെ ഗുണം ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ ഷുഗർ ഉള്ളവർക്ക് ചില സമയത്ത് പെട്ടെന്ന് ഷുഗർ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അല്ലേ? അത് നമ്മളെപ്പോഴും പിന്നെ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. പിന്നെ പ്രായം കുറഞ്ഞവരെ ചികിത്സിക്കുന്നതും പ്രായം കൂടിയവരെ ചികിത്സിക്കുന്നതും രണ്ട് രീതിയിലാണ്. പ്രായം കൂടിയവരെ ചികിത്സിക്കുമ്പം യാതൊരു കാരണവശാലും ഷുഗർ ലെവല് കുറഞ്ഞു പോകരുത് എന്ന തരത്തിലാണ് അവർക്ക് അവരുടെ പിന്നെ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം പ്രായം കുറഞ്ഞ ഒരാളിന് ആഹാരത്തിന് മുമ്പ് ഒരു 100 മില്ലിഗ്രാം അറൗണ്ട്, ഓക്കെ, ആഹാരത്തിന് ശേഷം ഒരു 150 മില്ലിഗ്രാം അറൗണ്ട്. പ്രായം കൂടുതൽ 60 വയസ്സ് 70 വയസ്സുള്ള ഒരാളിന് അത്രയും കുറയണ്ട, ഒരു 120 മില്ലിഗ്രാമും, ആഹാരത്തിന് മുമ്പ് ഒരു 120 130 മില്ലിഗ്രാം, ആഹാരത്തിന് ശേഷം ഒരു 170, 200 കടക്കരുതെന്നേ ഉള്ളൂ. ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡേഞ്ചർ, അപകടം എന്ന് പറയുന്നത് പിന്നെ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഹൈപ്പോഗ്ലൈസീമിയ വരരുത്. ഷുഗർ ലെവൽ ഒരുപാട് താക്കരുത്. കാരണം ഷുഗറിന് ഞാൻ എടുത്തു പറയുന്നു, ഷുഗറിന് പ്രത്യേകം പരിശീലനം, ഷുഗറിൻ്റെ ചികിത്സയ്ക്ക് പ്രത്യേകം പരിശീലനം കിട്ടാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒരുപാട് സ്ട്രിക്റ്റ് കൺട്രോൾ അല്ല. പ്രായമുള്ളവർക്ക് ലാക്സ് കൺട്രോളാണ്, പ്രായം കുറഞ്ഞവർക്ക് സ്ട്രിക്റ്റ് കൺട്രോളാണ്. അപ്പോൾ യാതൊരു കാരണവശാലും ഷുഗർ കുറഞ്ഞു വരെ ഒരു 200 കടക്കരുതെന്നേ ഉള്ളൂ. ഒരു 170 180 ആ ലെവലിൽ താക്കണ്ട. അതേപോലെ തന്നെ ആഹാരത്തിന് മുമ്പ് ഒരു 120 താഴെ കൊണ്ടുവരണ്ട. അങ്ങനെയാണെങ്കിൽ മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തോണം. നമുക്കൊരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് നമ്മൾ ലാബിൽ പോയി അവർ ബ്ലഡ് എടുക്കുമ്പോൾ നമ്മൾ വിരലിൽ നോക്കി ഗ്ലൂക്കോമീറ്റർ ലാബുമായിട്ട് എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പല സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഷുഗർ ലെവൽ നോക്കാൻ പറ്റും. ആഹാരത്തിന് മുമ്പുള്ളത് നോക്കാം, അതുകൂടാതെ ആഹാരത്തിന് രാവിലെ ആഹാരത്തിന് 2 മണിക്കൂർ കഴിഞ്ഞുള്ളത് നോക്കാം, ഉച്ചയ്ക്ക് നോക്കാം, വൈകിട്ട് നോക്കാം, രാത്രിയിൽ നോക്കാം. പല ടൈമിൽ നോക്കി പിന്നെ ഡേറ്റും ടൈമും വെച്ച് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മരുന്നിന് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ലെവല് കണക്കിൽ കവിഞ്ഞ് താരുന്നത് പരമാവധി ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കണം. ആരോ അതുകൊണ്ട് ഒരു ഗ്ലൂക്കോമീറ്റർ ഇപ്പോൾ വലിയ വിലയൊന്നുമില്ല. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലൂക്കോമീറ്റർ കിട്ടുന്നത് വളരെ ഗുണകരമാണ്. പിന്നെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് സാധാരണയായിട്ട് ഗ്ലൂക്കോമീറ്ററിലെ വാല്യൂ ഒരു 20 കൂടുതലായിരിക്കും. ഒരു 20 കൂടുതലായിരിക്കും. സാധാരണയായിട്ട് 10 മുതൽ 20 മില്ലിഗ്രാം വരെ കൂടുതലായിരിക്കും ഗ്ലൂക്കോമീറ്ററിൽ നോക്കുന്നത് ലാബിനേക്കാളിൽ. അത് ശരിയുമാണ്. അപ്പോൾ നമ്മളത് കണക്കാക്കുമ്പോൾ ഇപ്പം 120 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോമീറ്ററി ക്രോസ് ചെക്ക് ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള ഗ്ലൂക്കോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു 140 മില്ലിഗ്രാം ഗ്ലൂക്കോമീറ്റർ വന്നാൽ മതി. കാരണം ഗ്ലൂക്കോമീറ്റർ നമ്മൾ വിരലെടുക്കുന്നതെന്ന് പറയുന്നത് യൂസ് ചെയ്യാത്ത ബ്ലഡാണ്. ഗ്ലൂക്കോസ് യൂസ് ചെയ്യാത്ത ബ്ലഡാണ് വിരലിലെ. വെയിനിലെ ബ്ലഡ് എന്ന് പറയുന്നത്, ലാബിലെടുക്കുന്ന വെയിനിലെ ബ്ലഡ് എന്ന് പറയുന്നത് ഉപയോഗം കഴിഞ്ഞ് വരുന്ന ബ്ലഡാണ്. മനസ്സിലായോ? അപ്പോൾ ഉപയോഗം കഴിഞ്ഞ് വരുന്ന ബ്ലഡ് ആയതുകൊണ്ട് പിന്നെ വിരലിലെ കൂടുതലായിരിക്കും, പിന്നെ വെയിനിലെ കുറവായിരിക്കും. രണ്ടും കറക്റ്റാണ്. ഇത് ഈ സെഷന് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ആണ് വിശ്വസിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് നമ്മുടെ മോർണിംഗ് സർക്കിളിലെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാലും ഞാൻ പിന്നെ അതിന് മറുപടി തരാം. അതിന് കുഴപ്പമില്ല.
സർ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ സെഷൻ. സാധാരണ നമ്മളിപ്പോ ഷുഗർ ഒക്കെ നോക്കിയിട്ട് ഷുഗറിന്റെ മരുന്ന് എഴുതി തരും, അത്രേ ഉണ്ടാവുള്ളൂ. സാർ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് വരുന്നത്, എന്തുകൊണ്ടൊക്കെയാണെന്നുള്ളത് മനസ്സിലായിട്ട് നമ്മൾ ഇരിക്കണം. ശരിക്കും ഒരു പേഷ്യന്റ് മനസ്സിലാക്കിയിരിക്കണം ഫുഡിന്റെ കാര്യങ്ങളും എല്ലാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. ഇനിയും ഇതുപോലെയുള്ള ടോപ്പിക്കുകളായിട്ട് വരണം, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് പ്രമേഹത്തെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പറഞ്ഞാലും തീരത്തില്ല. പ്രമേഹത്തിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാലും തീരില്ല. കാരണം അത്ര നമ്മൾ വെച്ചാൽ ഇപ്പോഴേ പിന്നെ ചെറുപ്പക്കാരിലൊക്കെ വളരെ കൂടുതലായിട്ടാണ് ഇപ്പം ഇത് കാണുന്നത്, ഡയബറ്റീസ് കാണുന്നത്. 30 വയസ്സ് 25 വയസ്സ് 30 വയസ്സുള്ള ആൾക്കാർക്കൊക്കെ ഡയബറ്റിസ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെയിറ്റ് നമ്മൾ പരമാവധി കുറച്ച് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വെയിറ്റ് നമ്മൾ കണക്കാക്കുന്നത് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. നമ്മുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിലാക്കിയിട്ട് അതിനകത്ത് 100 കുറയ്ക്കുക. ആ 100 കുറച്ച് കിട്ടുന്നത് 0.9 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, നിങ്ങൾ പിന്നെ ഡോക്ടർമാർ പോലും തെറ്റിച്ച് പറയാറുണ്ട് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100 ആണെന്ന്. അല്ല, ഏഷ്യൻസിന് നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100 × 0.9 ആണ്. അതാണ് നോർമൽ. എന്ന് വെച്ചാൽ 6 അടി 180 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരാൾക്ക് ശരിക്കും 74 കിലോ മതി ഏഷ്യന്. സായിപ്പിന് 180 ഉള്ളവർക്ക് 80 കിലോ ആവാം. ഏഷ്യൻസിന് 74 കിലോയെ പാടുള്ളൂ. ഓക്കെ, ഓക്കെ ഡോക്ടർ, വെരി 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 ഇൻഫോർമേറ്റീവ്. താങ്ക് യു സോ മച്ച്. വെരി ബെനിഫിഷ്യൽ ആയിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, അത് പിന്നെ നമ്മൾ യൂട്യൂബിനകത്തും ഗൂഗിളിനകത്തൊക്കെ പറയുന്ന കാര്യങ്ങൾക്കകത്ത് പല കാര്യങ്ങൾക്കകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അതുകൊണ്ട് പിന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യരുത്. ആരോടെങ്കിലും ചോദിച്ച് കൺഫേം ചെയ്യാതെ യാതൊരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യരുത്. ഞാൻ വീണ്ടും നന്ദി പറയുകയാണ്. പിന്നെ സജിന മാഡത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു 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 വലിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ യോഗങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള അല്ലാതെ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത് ആദ്യമാണ്. അതുകൊണ്ട് പ്രത്യേകം നന്ദി പറയുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെ ഈ ഡയബറ്റീസിൻ്റെ തന്നെ പല ഭാഗങ്ങളും എനിക്ക് പിന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം തന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കുന്നതിന് യാതൊരു മടിയുമില്ല. അതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. പിന്നെ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഡോക്ടർ, അടുത്ത സെഷൻ എടുക്കുമ്പോൾ അതിനകത്ത് HbA1c കൂടുതൽ ഡീറ്റെയിൽ പറയണം കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു. HbA1c ഇപ്പോൾ സമയമുണ്ട്. HbA1c എന്ന് വലിയ അറിയാനൊന്നും തോന്നുന്നില്ല. നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. ഒരു ഗ്രൂപ്പ് രക്താണുക്കളുടെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ചുവന്ന രക്താണുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 3 മാസം ആകുമ്പോഴത്തേക്ക് അത് നശിച്ചു പോയിട്ട് പുതിയ രക്താണുക്കൾ കൊണ്ട് അത് ഇത് ചെയ്യും. മനസ്സിലായോ? അതിനകത്ത് ഈ ഗ്ലൂക്കോസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് അത് റിയാക്ട് ചെയ്ത് HbA1c എന്നാണ്. ആ ഹീമോഗ്ലോബിനായിട്ട് റിയാക്ട് ചെയ്ത് ഇതിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് HbA1c നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഷുഗർ കൂടുതലുള്ള ഒരാളിന് ഈ HbA1c ചില ഹീമോഗ്ലോബിനുമായിട്ട് ഗ്ലൂക്കോസ് കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് കൊണ്ട്
HbA1cയുടെ ലെവല് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം HbA1c നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഒരിക്കലും HbA1c നോക്കി മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യരുത്. പല ഡോക്ടർമാരും അങ്ങനെ ചെയ്യാറുണ്ട്, ശരിയല്ല. ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും പിന്നെ ഷുഗറിൻ്റെ ലെവല്, ആ സമയത്തെ ഷുഗറിൻ്റെ ലെവൽ നോക്കി വേണം ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ പോകേണ്ട അവസരമൊക്കെ വരും. അതുകൊണ്ട് ആഹാരത്തിന് മുമ്പുള്ള ഷുഗറും ആഹാരം കഴിച്ച് 2 മണിക്കൂർ ആകുമ്പോഴുള്ള ഷുഗറും നോക്കിയിട്ട് പിന്നെ വേണം നമ്മൾ മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതും നമ്മൾ ഷുഗർ ഉള്ളവർ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷുഗർ നോക്കി നമ്മൾ മരുന്നിൻ്റെ ഡോസ് സമയാസമയങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഹൈപ്പോഗ്ലൈസീമിയ ആഹാരത്തിന് മുമ്പുള്ള ഷുഗറും ആഹാരത്തിന് ശേഷമുള്ള ഷുഗറിനും അധികം വ്യത്യാസം വരാതെ അത് നോർമലി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷുഗർ ലെവല് നോക്കിയിരിക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയോ അല്ല, നമുക്ക് ഗ്ലൂക്കോമീറ്ററൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സംശയം ഉള്ളപ്പോഴൊക്കെ നോക്കാം, ഇടയ്ക്കൊക്കെ നോക്കാം. ഇടയ്ക്ക് രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ പല ദിവസങ്ങളിൽ നോക്കി ഡേറ്റും ടൈമും ചാർട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഡോക്ടർക്ക് അത് വളരെ ഗുണകരമാകും. കാരണം ഡോക്ടർക്ക് പെട്ടെന്ന് കൃത്യമായിട്ട് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. വാളക്കുഴി എന്ന് പറയുന്നത് റാന്നിക്കടുത്തല്ലേ? അതല്ല സർ, വാടക്കുഴി ഞങ്ങളുടെ വീട്ടുപേരാ. റാന്നിക്ക് വെണ്ണിക്കുളത്തുള്ളതാണ്, വെണ്ണിക്കുളത്തിനടുത്തുള്ളതാണ് വാളക്കുഴി എന്നുള്ള സ്ഥലം. ഞങ്ങളുടെ വീട്ടുപേരാണ്, മല്ലപ്പള്ളിയിലുള്ള വീട്ടുപേരാണ് വാളക്കുഴി. ഓ ശരി. യെസ്, ഞാൻ റാന്നിയിലാണ് വീട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ റാന്നിയിലാണോ സാർ അപ്പൊ ഉള്ളത്? ഇപ്പോൾ ഉള്ളത് കോഴിക്കോട്. ഓക്കെ ഓക്കെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. സജ്ജന? അതെ, ഇനി ആർക്കൊന്നും ചോദിക്കാനോ ഡൗട്ട്സോ കാര്യങ്ങളോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഫീഡ്ബാക്കുകൾ ഇനി അല്ലെങ്കിൽ ഡൗട്ടുകൾ എന്തോ കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിലും ചോദിക്കാം, ഫീഡ്ബാക്കുകൾ അറിയിക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. ഗ്രൂപ്പിൽ ചോദിക്കാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് വോയിസ് മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇടുകയോ ഞാൻ എന്നുള്ള മറുപടി തരുന്നതിന് കുഴപ്പമില്ല. ഐ ആം റെഡി. സന്തോഷമേ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു വൺസ് അഗൈൻ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. Thank you, sir. Sir.